ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ന്യൂസ് സാറ്റർഡേയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡോൾഫിൻ പോയിൻറ്റിലേക്കാണ്. ഓക്കെ, ഡോൾഫിൻ പോയിൻറ്റ്, പിന്നെ ജയിൽ കാണാൻ പോകുന്നു, ഫോർട്ട് കാണാൻ പോകുന്നു, പിന്നെ ഒരു മില്ലിനിയർ പാലസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് ഡോൾഫിൻ പോയിൻറ്റിലേക്ക് പോകാനുള്ള ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ബോട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. വേഗം തന്നെ ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോൾഫിൻസ് ഇങ്ങനെ വന്നിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലേക്ക് വരും. അപ്പോൾ അതിങ്ങനെ ചാടുന്ന കാണാൻ പറ്റും. അത് കാണാനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ആ ട്രാവല്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞങ്ങൾ ഡോൾഫിൻസിനെ കണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ച ഉണ്ടാവത്തില്ലായിരിക്കും ഒന്ന്, പിന്നെ ഡോൾഫിൻസ് വരാൻ തുടങ്ങി. അപ്പോൾ നല്ല രസമുണ്ട്, ത്രില്ലിംഗ് ആയിരുന്നു. നല്ല അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഷേക്ക് ചെയ്ത ബോട്ട് ഓടിക്കുന്നവർ. അപ്പോൾ അതൊരു നല്ല ഒരു രസമായിരുന്നു ആ ജേർണി. പിന്നെ അതേപോലെ തന്നെ വെള്ളം മോത്തിട്ട് വന്നടിക്കും, നല്ല ചൂടല്ലേ. അപ്പോൾ വെള്ളം ഇങ്ങനെ മോത്തിട്ട് വന്നിങ്ങനെ തെറിക്കുമ്പോഴത്തേനും അതും നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡോൾഫിൻസ് വരുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ ബോട്ടും കൂടി ഇങ്ങനെ ചേസ് ചെയ്ത് പോയിട്ട് ഡോൾഫിൻ ചാടുന്ന ആ സ്ഥലത്തേക്ക് പോകും. ഇതേ അവിടെ പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് ഗൈഡ് പറയുമ്പോഴത്തേനും നമ്മളെല്ലാ ബോട്ടും കൂടി ആ സൈഡിലേക്ക്, ആ ഡയറക്ഷനിലേക്ക് വേഗം തന്നെ ചേസ് ചെയ്ത് പോയാണ് കാണുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല കാറ്റും ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു അത്. അപ്പോൾ ദേ നോക്കിക്കേ, നമുക്കിതേ അവിടെ നിന്ന് കാണാൻ പറ്റും മേളിലെ പോർഷൻ, അതാണ് അഗോഡ ഫോർട്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ കുറേ ഇത് കാണാൻ പറ്റും. അതായത് ഇതേ താഴത്ത് കണ്ടോ കുറച്ച് ബിൽഡിങ്സ് പോലെ, അതാണ് അഗോഡ ജയിൽ, ഗോവയുടെ ജയിൽ. അപ്പം നമ്മൾ അതിങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ അതിങ്ങനെ കണ്ടു. ദേ ഇപ്പോൾ കാണുന്നതാണ് മില്ലിനിയർ പാലസ് എന്ന് പറയും. ആ ഒരു ഏക്കർ കണക്കിനാണ് ആ പാലസ് ഇരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലേക്കും ഉണ്ട് കേട്ടോ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു വലിയ പ്രോപ്പർട്ടിയാണ് അത്. അതുകൊണ്ടാണ് അതിന് മില്ലിനിയർ പാലസ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി 2-3 പ്രാവശ്യം ഡോൾഫിൻസ് ചാടിപ്പോയിട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ നിന്ന് എനിക്കത് വ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് വീഡിയോയിലെടുക്കാൻ അത്രയ്ക്ക് ടൈമൊന്നും അത് മേളിൽ വരില്ല. പെട്ടെന്നാണ് പോകുന്നത് മൂമെൻറ്റ്സ്. അപ്പോൾ അത്രയും എടുത്തില്ല. ഇനി ഇതേ നമ്മൾ ആ ഫോർട്ടിലേക്ക് ഇറങ്ങി, ബോട്ടിങ് കഴിഞ്ഞു ഫോർട്ടിലേക്ക് നടക്കും. ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാട്ടോ, അതാ സഹിക്കാൻ പറ്റാത്ത. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര വെയിലും ചൂടുമാണ്. അപ്പോൾ അതേ ഫോർട്ടിൽ കൂടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കുക. അതിലേക്ക് കൂടി കുറച്ചൊക്കെ നടന്ന് പോയി കണ്ടു, ബീച്ചൊക്കെ പോയി കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത് നിങ്ങൾ കാണും കേട്ടോ.